തീർച്ചയായിട്ടും. എന്താ ഒരു മോഡ് ഓഫ്? ഇതാരാ? ഹലോ ഗൈസ്, എവിടെയാണ്? എന്താ പരിപാടി? എന്തൊരു ബ്രോന്റെ പേരെന്താ? ഹലോ ബ്രോ കേക്കാമോ? ഹലോ ബ്രോ. ഹലോ സോറി പറഞ്ഞ. ബ്രോന്റെ പേരെന്താ? എൻ്റെ പേര് ചിന്നാട്. ബ്രോൻ്റെ പേരെന്താ? സാനി, ഡക്ലസ് സാനി. ഓക്കെ, നൈസ് ടു മീറ്റ് യു. നൈസ് ടു മീറ്റ് യു. ബ്രോ സിറ്റി പുതിയതാണോ? പുതിയതാ. നിങ്ങളെ പുതിയതാ? അല്ല ബ്രോ, ഞാനിപ്പോ ഒരു മാസം ഒരാഴ്ചയായി വന്നിട്ട്. അതെല്ലേ. എന്ത് ചെയ്യുന്നു സിറ്റിയിൽ? ട്രക്ക് ജോബാ ബ്രോ. ഓ, കോടീശ്വരനാണപ്പോൾ. ചെറുതായിട്ട്. എത്ര കോടി ഉണ്ട് ഇപ്പോൾ കയ്യിൽ? ഇപ്പോഴൊരു 2 ലക്ഷം രൂപ ആണ്. 2 ലക്ഷമാണോ അതോ കോടിയാണോ? 2 ലക്ഷം. 2 കോടി ഉണ്ടായിരുന്നു. ഒരു ആള് ഹോസ്പിറ്റലിൽ കിടന്നു വണ്ടി ഇടിച്ച്. അപ്പം പിന്നെ ഇരുന്ന ക്യാഷ് അത്ര എടുത്ത് കൊടുത്തു ഓപ്പറേഷന് വേണ്ടിയിട്ട്. അപ്പോ ഞാൻ അങ്ങനത്തെ ചാരിറ്റി വർക്കായിട്ട് അങ്ങനെ കുറച്ച് പരിപാടിയുണ്ട്. ഞങ്ങൾ ചാരിറ്റി വർക്ക് ചെയ്യണ ഒരു അന്വേഷണം നടക്കായിരുന്നു. ഞങ്ങളുടെ ചാരിറ്റി ഫണ്ടിലേക്ക് കുറച്ച് പൈസ അയക്കാൻ പറ്റുമോ? ബ്രോ ഇപ്പൊ എന്റെ കയ്യിലില്ല. എന്തായാലും ബ്രോന്റെ നമ്പർ ഒന്ന് തരും. ഞങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇവിടെ സാബ് സിറ്റിയിലുള്ള ഒരു കുടുംബത്തിനെ കുറച്ച് ഫുഡ് ചെയ്യുന്നുണ്ട്. അവിടെയുള്ള കുറച്ച് അനാഥപ്പെട്ട ആൾക്കാർക്ക് നമ്മൾ ഫുഡ് കൊടുക്കുന്നുണ്ട്. സോ അവിടേക്കുള്ള ഫണ്ടിലേക്ക് കുറച്ച് പൈസ തരുമോ? എന്റെ ഇപ്പൊ ഇല്ല ബ്രോ. ഒരു 6 കോടി ഒന്നും എടുക്കാനില്ല. ഞാൻ അങ്ങനെയാണെങ്കിൽ ഒരു 5 ലക്ഷം രൂപ ഞാൻ തരാം. 5 ലക്ഷം വെച്ചിട്ട് നമ്മൾ ഇവിടുത്തെ ഫുഡിന് തന്നെ വരുന്നുണ്ട് 50,000. വേറെ റെഡിയില്ല. അത് 27 എനിക്ക് പോലെ. അപ്പോൾ നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഈ കുറച്ച് ആൾക്കാർക്ക് അനാഥപ്പെട്ട ആൾക്ക് ഫുഡ് കൊടുത്ത് നമ്മൾ ഇങ്ങനെ ഈ പൈസ തരുന്ന ആൾക്കാരുടെ ഇപ്പം നിങ്ങളെ പോലുള്ള വലിയ വലിയ ആൾക്കാരെ നമ്മൾ അവിടെ വലുതായിട്ട് വെച്ച് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞ പൈസ. അല്ല ബ്രോ, നമ്മള് വലിയ ആൾക്കാരൊന്നുമില്ല. അല്ല, ഒരു നേരം ഫുഡ് വാങ്ങിച്ചോ. അല്ല ബ്രോ, ഞാൻ ഒന്ന് പറയട്ടെ. നമ്മള് വലിയ ആൾക്കാരൊന്നുമില്ല. മോളിൽ ഒരാൾ ഇരിക്കുന്നുണ്ട്, അയാളാണ് വലിയവൻ. മുകളിൽ ദൈവമാണ്. അങ്ങേര് ഇടയ്ക്കിടയ്ക്ക് താഴെ വരാറുണ്ട്. അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ അപ്പൊ ഓടി വരും. അങ്ങേരല്ല, അങ്ങേര് കള്ളനാ. അതുകൊണ്ട് പറഞ്ഞോ ബ്രോ, പറഞ്ഞോ. ഞാൻ ഫുഡ് ഒന്ന് കഴിക്കട്ടെ ബ്രോ. ഹലോ, കേക്കാവോ? കേക്കാം ബ്രോ, പറഞ്ഞോ. അപ്പൊ ഞങ്ങളുടെ ചാരിറ്റി ഫണ്ടിലേക്ക് കുറച്ച് പൈസ തരാണെങ്കിൽ വളരെ നല്ലൊരു തീരുമാനമായിരിക്കും. ഓക്കെ, എന്തായാലും ബ്രോ എന്നെ വിളിക്ക് ബ്രോ. ഞാൻ ഓഫീസിൽ കാണും. ഏത് ഓഫീസ്? സോറി, ഓഫീസ് മീൻസ് ട്രക്ക് ജോബിന്റെ അവിടെ എപ്പോഴും കാണും. പറഞ്ഞു വന്നപ്പോ ഓഫീസായി പോയതാ. ഓക്കെ, ഞാൻ എന്തായാലും നിങ്ങളെ വിളിക്കാം. മാക്സിമം നിങ്ങൾക്ക് എത്ര ഫണ്ട് റേസ് ചെയ്യാൻ പറ്റും അത്രയും ഫണ്ട് റേസ് ചെയ്യും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോ പാവപ്പെട്ട ജനങ്ങൾക്ക് നമ്മൾ ഫുഡ് വാങ്ങിച്ചു കൊടുക്കുന്ന ഒരു ചാരിറ്റി പ്രവർത്തനം. എനിക്ക് ആ ചാരിറ്റി ട്രസ്റ്റ് ഒന്ന് കാണാൻ പറ്റുമോ? പിന്നെന്താ, ഓഫ് കോഴ്സ് കാണിച്ചു തരാം. പോയാലോ? ചെയ്യണ പരിപാടി വളരെ ലീഗൽ. ഇപ്പൊ ഇല്ല, ഇപ്പൊ ജസ്റ്റ് ഓഫീസ് അടച്ചിട്ടിരിക്കാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ പറ. ഞാൻ നമ്മുടെ ചാരിറ്റി കൊണ്ട് ഇയാൾ ഫണ്ട് തരാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അതിനെ കുറിച്ച് കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എത്ര രൂപ തരണം അത്രയും നല്ലതാണ്. കാരണം വെച്ചാൽ നമുക്ക് അത്രയുള്ള പാവപ്പെട്ടവർക്ക് ഫുഡ് വാങ്ങിച്ചു കൊടുക്കാനുള്ള പ്ലാനാണ്. അതെ ബ്രോ, അതെ. നിങ്ങൾ ഉടായിപ്പൊന്നും അല്ലല്ലോ? ഞാൻ ഇവിടെ ഉടായ്പ ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷെ അങ്ങനെയല്ല. നമ്മളൊക്കെ ഈ ചെയ്യുന്ന പ്രവൃത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ നന്മ പ്രവൃത്തി ചെയ്യുന്നത് എങ്ങനെ? കാരണം ഞാൻ ചോദിക്കാൻ കാരണം വേറൊന്നുമില്ല. ഇപ്പോഴത്തെ കാലഘട്ടം അങ്ങനെയാണ്.
ഇവന്മാര് വെള്ളമടിയാ വെള്ളമടിയാ പരിപാടി. പൈസ വാങ്ങിച്ചിട്ട് കണ്ടിട്ട് വെള്ളം അടിക്കുന്നവരായിട്ട് നമുക്ക് സുഹൃത്തിന് തോന്നുന്നുണ്ടോ സുഹൃത്ത്? ഞാൻ കണ്ട അത്ര നീറ്റ് ആയിട്ട് നടക്കുന്നത്. ഇപ്പോഴും മാന്യന്മാരാണ് ബ്രോ വെള്ളം അടിച്ച് കിണ്ടിയാവുന്നേ. ചില മാന്യന്മാരുണ്ട്. അതെ, നമ്മള് വിഷയത്തിൽ തെന്നുമാറല്ലേ. ഇതാണ് സംഭവം. എന്താ പറയാ ബ്രോ, നമ്മള് ചാരിറ്റി പ്രവർത്തനം വളരെ നീറ്റായിട്ട് ചെയ്യണത്. അത് നമ്മൾ ഫുഡ് വാങ്ങിച്ചു കൊടുക്കുക, അവർക്ക് ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കുക, ഇതൊക്കെയാണ് ചെയ്യുന്നത്. നമുക്ക് രണ്ട് സൈഡിലാണ് വരുന്നത്. എന്റേത് 2842. അല്ല എന്റെ വന്നിട്ട് 20 എത്രയാണ്? എത്ര ഒരു മിനിറ്റ്, 23 സ്മോക്ക് ചെയ്യുന്ന ആളൊന്ന് സൈഡിലോട്ട് നിന്ന് സ്മോക്ക് ചെയ്യണേ. 23 ബ്രോ ഈ പൈസ ഉപയോഗിക്കാൻ പറ്റുമോ? ഓ കുഴപ്പമില്ല, വെരി ഗുഡ് കുഴപ്പമില്ല. അതൊക്കെ നമ്മള് അങ്ങനെയല്ല ഞാൻ പറയട്ടെ കേക്ക് ഇടയ്ക്കറി തൊക്കിലൂടെയൊക്കെ നിങ്ങൾ തരുന്ന എന്ത് ഫണ്ടാണെങ്കിലും ഇത് തരുന്ന ചാരിറ്റി ഫണ്ടിലേക്കാണ് പോണത്. ആ ഫണ്ട് ഞങ്ങൾ അത് നമ്മൾ ഫിൽട്ടർ ചെയ്തിട്ട് നമ്മൾ ഇതൊന്നും അറിയില്ലേ? ചാരിറ്റിന്റെ പേര് അതൊക്കെ നാരദൻ നീ ഉണ്ടായിരുന്നല്ലോ അതിന് മെമ്പർഷിപ്പ് ആയിരുന്നു. നീ വെറുതെ ചുമ്മാ ആൾക്കാർ അറിയാത്ത മറന്നു. ചാരിറ്റിന്റെ പേരെന്തായിരുന്നു? ചാരിറ്റിന്റെ പേരെന്തായിരുന്നു ചോദിക്കാൻ വിട്ടു. ചാരിറ്റിന്റെ പേര് വന്നിട്ട് നമ്മള് നൂർലാം ചാരിറ്റീസ്. താനേത് നൂർലാം ചാരിറ്റീസ് സുഹൃത്ത്? നൂർലാം ചാരിറ്റിയാ? എന്താണ് ബ്രോ ആലോചിക്കണോ? നിങ്ങൾക്കറിയില്ല. അപ്പൊ ഇത് എന്തിന്റെ ഫാമിലിയാണ് ഇതാക്കി ചാരിറ്റി ട്രസ്റ്റ് നമ്മള് സ്ഥിരീകരിച്ചത്? സുഹൃത്ത് ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് പാവപ്പെട്ടവർക്ക് ഫുഡ്, ഡ്രസ്, അതുപോലെ അതൊക്കെ അത് ഏത് മറ്റേ മത്സി ഫുള്ള് ഉടായിപ്പ് എന്ന് പറഞ്ഞേട്ടാ. ഫുള്ള് വെച്ചാൽ ഫുള്ള് ഉടായിപ്പ്. ഹലോ, ഞാൻ നമ്പർ വിളിച്ചാ മതി. ചെക്ക് ചെയ്യട്ടെ. വിളിച്ചാ മതി. ഓക്കെ, ഇല്ല കിട്ടിയില്ല. എന്റെ ഭാഗത്തുനിന്ന് എല്ലാ സഹായം ഞാൻ എന്തായാലും ഉണ്ടാവും. ഓക്കെ, ചന്ദ്രൻ സാറാ? ചിന്നാടൻ. ഓക്കെ പെട്ടെന്ന്. ചിന്നാടൻ. ഓക്കെ. ശരി. ഓടിക്കുന്നടാ കുട്ടി. ആ കുട്ടി എനിക്ക് ആ വണ്ടി ഏതാണെന്ന് അറിയാൻ വേണ്ടിയായിരുന്നു. കുട്ടി ഓടി. ഏതൊരു പിങ്ക് തലമുടി വെച്ചിരുന്നു കുട്ടി, ഒരു ഷോർട്ട് ഹെയർ. അവനവിടെ സുഖം മച്ചാനെ. മച്ചാന്റെ പേരെന്താ മച്ചാനെ? ചിന്നാടൻ സാറേ. ഹലോ ചിന്നാടാ. ഹലോ, നാളെ എപ്പോ കാണാൻ പറ്റും? നാളെ ഉണ്ടാവും. കാരണം എനിക്ക് ആ ഒരു കുട്ടികളെയും കണ്ട് ആ ഒരു ചാരിറ്റിയും ആ ഒരു ഓർഫണും കണ്ട് ഒന്ന് കാണണമായിരുന്നു. ഓക്കേ ബ്രോ നമ്പർ നയിച്ചേ. ഓക്കെ നാളെ കാണാം. നിങ്ങൾ വിളിച്ചാൽ മതി. അല്ല, എപ്പോ വിളിക്കണമെന്ന് പറയോ? നാളെ ഒരു 9:30. ഓക്കെ, അപ്പൊ ഞാൻ വിളിക്കാം. ചിന്നാടനെ വിളിച്ചിട്ട് നമുക്കൊന്ന് ആ കുട്ടികളെയും കാണാൻ പറ്റുമല്ലോ? വിളിച്ചാ മതി. ഹലോ, കേട്ടില്ല എന്താ പറഞ്ഞേ? കുട്ടികളെയും കാണാൻ പറ്റും. കുട്ടികളെയും കണ്ടിട്ട് അപ്പൊ ഞാൻ നാളെ അപ്പൊ തന്നെ ഞാൻ ചെക്ക് തരാം. ഓക്കെ. പക്ഷെ ഈ ഒരു ഫണ്ട് കുട്ടികൾക്ക് തന്നെ പോണം. ഈ ഒരു ഫണ്ട് വിശ്വാസം അതാണ് എല്ലാം. ബ്രോക്ക് ഗേൾഫ്രണ്ട് ഉണ്ടോ? ഇല്ല ബ്രോ, ഇല്ല. അപ്പൊ പിന്നെ വിശ്വസിക്കാം. വിശ്വാസത്തിന് അതിനൊരു വാല്യൂ ഉണ്ടാവും. അതെന്ത് ചോദ്യമാണ് ബ്രോ? ഗേൾഫ്രണ്ട് ഉണ്ടോ ചോദിക്കണേ? നീ മനസ്സിലായില്ല. പെണ്ണുങ്ങളെക്കാളും കൂടുതൽ വിശ്വസിക്കാൻ പറ്റുന്ന ആണുങ്ങളെ അതറിയാം. അതെ. എനിക്ക് ഒന്നാമത്തെ കാര്യം ഈ ഗേൾസിനെ ഒന്നും വലിയ ഫ്രണ്ട്ഷിപ്പ് വെക്കണ ഇൻട്രസ്റ്റ് ഇല്ല. എനിക്ക് ഗേൾസുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് വെക്കുന്ന താല്പര്യമില്ല. സംസാരിക്കുന്ന ഇൻട്രസ്റ്റ് ഇല്ല.
എനിക്കൊരു ബ്രോ ബ്രോ ബോയ്സിലൊക്കെ നടത്താൻ മതി. ബോയ്സിലൊക്കെ നടത്താൻ ഏതെങ്കിലും കുയിൽ കൊണ്ടുപോയിട്ട് ചാടിക്കൊണ്ട് വരും. പ്രശ്നമില്ല. ഓക്കെ. പറഞ്ഞോ. സോറി. ഹലോ, മച്ചാനെ എന്തൊക്കെയുണ്ട് വിശേഷം? എന്ത് വിശേഷം മച്ചാനെ? പറ ബ്രോ. വോയിസ് പോയി. പറ. ബ്രോ പറഞ്ഞോ. ബ്രോ പേരെന്തിര്? മിസ്റ്റർ ഡോക്ടർ വൺ മോർ മിസ്റ്റർ NX Rock. Okay, nice to meet you, bro. ഇവിടുത്തെ ഡോക്ടറാണ്. എടാ നീരജ് സാറിൻ്റെ അടുത്ത് ആ വണ്ടി ഇമ്പോണ്ട് ചെയ്യാൻ പറ. ഹലോ സാറേ, ഈ കാർ ബാക്കി കിടക്കുന്ന സാറിൻ്റെ വണ്ടിയുടെയാണോ ഇത്? അതെ എൻ്റെ ഇമ്പോണ്ട് ചെയ്യും സാറേ, അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇവിടുന്ന് മാറ്റണേ. പാർക്കിംഗ് സ്ലോട്ട് ഉണ്ട് സാർ. ഇമ്പോണ്ട് ചെയ്തു സാറേ. സാർ ഇമ്പോണ്ട് ചെയ്തു. അല്ല, നമുക്ക് ഇമ്പോർട്ട് ഇല്ല. നമ്മൾ ഫസ്റ്റ് പറഞ്ഞു നോക്കും. അത് അവർ കേൾക്കാൻ പറ്റുവാണെങ്കിൽ കേൾക്കും. സാറേ ഞാൻ കേൾക്കുന്നില്ല. എന്തോ ഞാൻ കേൾക്കുന്നില്ല. സാർ ഇമ്പോണ്ട് ചെയ്തു. വഴി ഏതാണ് പുറത്തോട്ട് പോകാനുള്ള? സാർ ഈ നേരെ കിടക്കുന്ന ആ ബോർഡ് വെച്ചേക്കുന്ന അതിലേക്ക് പോയാൽ മാഡം ഹലോ ബ്രോ. ബ്രോ വേറെ ആരൊക്കെ? പറഞ്ഞോ. കേക്കാം. വേറെ ആരൊക്കെ ഉണ്ട് ഇവിടെ? ഫ്രണ്ട്സ് ഇല്ല ബ്രോ, ഞാൻ ഒറ്റത്തടിയാ. നമ്മളെ കൂടെ ഉണ്ടേ, വിളിച്ചാ മതി. ഓക്കെ. അപ്പനി കത്തിയാ? അപ്പൊ സാറേ കത്തി അവൻ കത്തി. എവിടെ ബ്രോ? എന്ത് പറ്റി? ഹലോ, എന്റെ വണ്ടിയാണ് സാറേ. ഇമ്പോണ്ട് ചെയ്തു സാർ. ആരുമില്ല. സ്മോൾ ലെറ്ററിൽ അടിക്കണല്ലോ. സോറി മിസ്റ്റർ. എന്താണ് പേര്? എന്റെ പേര് ഡഗ്ലസ് സാനി. പീപ്പിൾ കോൾ മീ സാനി. ബ്രോന്റെ പേരെന്താ? ഫോട്ടോ എടുക്കാൻ നിൽക്കുന്നു? കേട്ടില്ല. ഫോട്ടോ എടുക്കാൻ നിൽക്കുന്നു. എങ്ങനെ കേട്ടില്ല? എങ്ങനെ? സഹോദരൻ നേരെ ഇരുന്നാൽ നമുക്ക് നല്ലൊരു ഫോട്ടോ എടുക്കാം. നേരെ തന്നെ ഇരിക്കുന്ന ബ്രോ. സഹോദരന്റെ കാല് ഉള്ളിലേക്കാണ് പോയിട്ടുള്ളത്. ഓക്കെ. പോയി മച്ചാനെ എന്നിട്ട് ഇനി കഴിഞ്ഞു മാറത്തെ ഇങ്ങോട്ട് നോക്കിയിട്ട് അടിക്കണം. അങ്ങോട്ട് നോക്കിയിട്ട് അടിക്കരുത്. എന്തോ ആടെ ചെയ്ത് കുറച്ച് പണിയുണ്ടാവും.
മന്ത്രികുമാരനോടിഷ്ടം തോന്നി കാണുവാൻ തോറും ഇങ്ങോട്ട് നേരെ നോക്ക്, നേരെ നോക്കിട്ട് അയി നിക്ക്. അപ്പൊ അത് കേൾക്കുന്നുണ്ടോ? അയ്യോ വീട്ടിലൊത്തിരിയുണ്ട്. ആ ഓക്കെ ഞാൻ പോസ്റ്റിലോ അടിച്ച് മുഖം നേരെ വെക്കാം. പോരാ പോരാ. കാത്തുകൊണ്ടായിരുന്നു. എവിടെ പോയതായിരുന്നു? ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ഒരു 5 സെക്കൻഡ് അങ്ങോട്ട് പോകും. അതങ്ങനെ തലകർക്കും. എന്താ? അയ്യോ എന്തോ മൈഗ്രേൻ മൈഗ്രേൻ അതല്ല, ഈ നട്ടപ്പാതിരിക്കും ഇത്രയും വെയിലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ പാടല്ലേ? കാലാവസ്ഥ പറഞ്ഞില്ലേ? കാലാവസ്ഥ വ്യതിയാനം. അയ്യോ ഇതെന്താ ഇവർക്ക് അതിരിക്കുന്നത്? ഈ പെണ്ണ് എണീക്കുന്നില്ല. അയ്യാ മച്ചു ഫോട്ടോ എടുത്താ? ഒരു മിനിറ്റ്, ആ പെണ്ണുങ്ങളോടൊന്ന് മാറാൻ പറയൂ. ഒന്നും പറയില്ല, അവന്റെ അമ്മയാണ്. നിങ്ങൾ എന്താണ് മച്ചു ഇങ്ങനെ കാട്ടുകോഴിയാവല്ലേ? സോറി സോറി. ഒന്നാമത്തെ കാര്യം, എനിക്ക് ഗേൾസിന് ഇഷ്ടമല്ല. അതിന്റെ ഇടയിൽ കൂടെ മച്ചും കൂടെ ഗേൾസിന്റെ കാര്യം പറയല്ലേ? അതെന്റെ അനിയന്റെ അമ്മയാണ്. ഓക്കെ സോറി മച്ചു, സോറി. ഞാൻ പൊതുവെ പറഞ്ഞതേ ഉള്ളൂ. എനിക്ക് പെണ്ണില്ല. ഈ ഫേസ് ഒന്നും നേരെ വെക്കില്ല. നേരെ നോക്ക്, ഞാൻ എടുക്കാം. നേരെ ഒന്ന് എടുത്ത ഹാക്ക് വാൾപേപ്പറൊക്കെ സൈഡിൽ കുറച്ച് സൈഡിലായിട്ടൊക്കെ എത്തത്തുള്ളൂ. ഞാൻ സൈഡിൽ ഇരിക്കുന്നുണ്ട്. നീ അതില് നെടുക്കൊക്കെ ആക്കാൻ പറ്റുമല്ലോ. സഹോദരൻ നീങ്ങില്ല. ഞാൻ കിടില ഒരു പോസ്റ്റ് തരാം. നില്ല മുന്തി ചിന്നാടനെ കണ്ടില്ല. കറക്റ്റ് കിട്ടിയത്. പക്ഷെ ഇവന് ഈ കസേര എടുക്കുന്നുണ്ടായിടാ. മച്ചാനെ ഒന്നും കൂടി ആ ഇതേ പോസ്റ്റ് ഇപ്പുറത്ത് വന്നിരിക്കാൻ പറ്റുമെന്നൊക്കെ. എടുക്കല്ലേ ഫോട്ടോ എടുക്കല്ലേ? ഏടാ നിന്റെ ആടെയാ? നിന്റെ അപ്പുറോ? എന്റെ ഇപ്പുറം. മറ്റേ ബ്രോയുടെ പേരെന്തായിരുന്നു? അച്ഛനെ മച്ചു എടുക്കല ഇപ്പൊ എടുക്കല. ഒന്ന് വെയിറ്റ്. മച്ചു ഇപ്പുറം നിക്ക് പോസ്റ്റ് നേരെ എന്റെ ഓപ്പോസിറ്റ്.
ഞാൻ നടുക്കിരിക്കാം. രണ്ട് സൈഡ് നിങ്ങ അവിടെ നിന്നോ. മച്ചാനെ അങ്ങോട്ട് പോയി കുറച്ച് അടുത്തേക്ക് പോവാ. കുറച്ച് എടുക്കില്ല ഞാൻ ഒരു ബോസ് തട്ടെ. റോയിച്ചുണ്ടോ? റോയിച്ചിന്റെ എന്താണെന്നല്ല കേൾക്കുന്നത്. ഹായ് ബ്രോ. എന്താ ബ്രോ? സോറി ബ്രോ. എടാ ഇരിക്കുന്നത് എങ്ങനെയാ? സിറ്റ് ഏതാ ഫ്ലോറാണോ? അല്ല ജസ്റ്റ് പോസിന്. ഇങ്ങനെ ഞാൻ നിൽക്കുന്നത് ചാരി നിന്നാ മതിയോ? അല്ല ബ്രോ ഇരിക്കുന്ന സിറ്റ് സോഫയാണെന്നോ? സിറ്റ് ചെയർ 11 വേണ്ട, ഫ്ലോർ ആണെന്ന് തോന്നുന്നു. ഇതൊരു നടക്കി പോല. സിറ്റ് ഫ്ലോർ അല്ലടേ. എടുക്കട്ടെ. എടുത്തോ. അന്റെ ഫേസ് കറക്റ്റ് ആട്ടോ, എന്നിട്ട് എടുത്തോ. ഫേസ് കറക്റ്റ് വരുമ്പോ ഒരു ക്ലിക്ക് കൊടുത്താൽ മച്ചാനെ ഇതുവരെ ഇമോട്ട് കിട്ടിട്ടേ ഇല്ല മച്ചാനെ, കിട്ടിയില്ല. നല്ല റിമോട്ട്. അല്ല മച്ചാനെ ഐ നോക്കിക്കൊണ്ടിരിക്കും, നല്ല ഇമോട്ട് വരും ഓരോ സമയത്ത്. ഞാനും പോവാണ്. ഒരു രസമില്ല ഇന്ന്. ഭയങ്കര പോസ്റ്റ്. സത്യം. ഇതെടുത്തോ. സെറ്റാണ്. കേറാൻ പറ്റുന്നില്ലടാ. ഞാൻ അപ്പുറത്തോടെ കറങ്ങി നടക്കുക. അതെ ഇതെടുക്കടാ. ഞാൻ നോക്കട്ടെ. എടുത്താ ഓക്കെ. ഫോട്ടോ കിട്ടിയോ? ഫോട്ടോ എടുക്കാം. ഫോട്ടോ എടുക്കുന്നത് സെറ്റ്. ഫോട്ടോ എടുക്കുവോ? കിട്ടിയല്ലേ? കിട്ടിയിട്ട് എല്ലാം പുറത്ത് ചെയ്യാനറിയാം. അവിടെ നോക്കാം.
മച്ചാനെ കൈ വായ്ക്കൊള്ളുടെ അടുത്തേക്ക് കൈ മച്ചാനെ കൈ എടാ യോനെ നീ പോലെയോ അങ്ങനെയല്ല നീ ആടുന്ന് വർത്താൻ പറയാൻ കേക്കട്ടെ അപ്പൊ കേക്കാം പറഞ്ഞോ. എന്തൊക്കെയുണ്ട് പരിപാടി? എന്ത് പരിപാടി മച്ചു? മച്ചാൻ ഇതുവരെ ഇങ്ങോട്ടിട്ട് കഴിഞ്ഞിട്ടാ മച്ചാനെ. മച്ചാമ്പാ നമ്മക്ക് എവിടെയെങ്കിലും പോവാ. എന്തൊക്കെ ദുൽമാണ് അറിയോ? ഇല്ലല്ല ഞാൻ പോകത്തില്ല, അവിടെ തന്നെ. ഇതാണോ നീല കാണിച്ചേ? അത് തന്നെ. നീരജ് സാറെ കഫ് ചെയ്ത് മറ്റേ അപമാനമായിട്ട് ആൾ ചാവാൻ പോണ സാറേ. ഒന്ന് തടുക്ക് സാറേ, പ്ലീസ് സാറേ. നീരജ് സാറേ പ്ലീസ്. സാറേ പെങ്ങളെ ചാവാൻ ഞാൻ അടുത്ത എന്റെ കൈ മച്ചാനുണ്ട്, അപ്പൊ പ്രശ്നമില്ല. ഞാൻ പോയി നിങ്ങളൊരു കമ്പനിയൊക്കെ അടിച്ച് നിൽക്കേ. ഇന്നലെ ഞാൻ കേറി ഫുള്ള് മടുപ്പ്. ബ്രോയുടെ പേരെന്തായിരുന്നു? സാനി. ബ്രോന്റെ നമ്പർ കിട്ടാ എന്തെങ്കിലും എവിടെ വെച്ചെങ്കിലും കാണാതായ എന്താ ചെയ്യും? സാനിയ? സാനി. നമ്പർ ഉണ്ടോ ബ്രോ? കിട്ടിയാ? ആരോ നമ്പർ വന്നു. എടാ നിന്റെ ഇടും കേട്ടോ, നിന്റെ നമ്പർ കണ്ടക്കില്ല എന്റെ പുതിയ ഫോണ്. ബ്രോന്റെ ഒന്ന് ഇടോ. ഞാൻ ഇടാം. ബ്രോ ഒന്ന് ഫോൺ ഓപ്പൺ ആക്കോ. ഓപ്പൺ ആക്കിയാ കിട്ടും. രണ്ടാളും പരിപാടി. അതാ ബ്രോ വൈ അടിക്കാത്തോണ്ടാ. പേരെന്താ ബ്രോന്റെ പേരെന്താ? റോക്ക് NS റോക്ക്. ഓക്കെ. വെള്ള ഷർട്ട് ഇട്ടിങ്ങനെ ബ്രോ ഒന്ന് സെൻഡ് ചെയ്ത, ഒന്ന് നമ്പർ സെൻഡ് ചെയ്ത. ഡേവിസ് നീ അക്കൂട് കേട്ടോ നമ്പർ. നിന്റെ നമ്പർ എൻ്റെ ഒക്കെ സെറ്റ് ആണോ? ഗുഡ് നൈറ്റ്. ഓക്കെ പോയിട്ട് വരാം. എനിക്ക് പണി ഇല്ലെങ്കിൽ ഞാൻ കുറച്ചും കൂടി നിക്കാൻ പറയട്ടെ. അപ്പൊ ഓക്കേടാ. എന്റെ വീട്ടിൽ വരുന്നല്ല നീ എന്ത് പോയിട്ട് വരാം. കൊടുത്തത് ഇത് ഫുള്ള് അങ്ങോട്ടിങ്ങോട്ടായല്ല. താഴെ തൈ അടിച്ച് എങ്ങനെ മറന്നു. വയ്യക്ക് ഇങ്ങനെയൊന്നും അല്ലടാ. ശരി വേറെ ഉണ്ട്. കരയിപ്പിക്കലടാ പന്നി. ആദ്യമായിട്ട് എന്നെ ഒരുത്തൻ കെട്ടിപ്പിടിച്ച്. അയ്യോ എന്റെ ഫോണിന്റെ റിംഗ് ടൂൺ മാറ്റണം. നല്ല സ്വാഭാവികരീതിയാക്കണം. നേരത്തെ അല്ലേ ഞാൻ എന്തോ കീന്നൊക്കെ മുഖത്തടി കൊടുത്തിന്. അത് ഏത് കീന്നൊക്കെ ഓർമ്മയില്ല.
അത് ഞാൻ തരാം ഒരു മിനിറ്റ്. അതല്ലടാ ആ മറ്റേ ഇതില്ലേ നമ്മളെ കീബോർഡിൽ തന്നെ അത് എന്തളിയാ അളിയ എന്തോ ഇല്ലല്ലേ അടച്ചില്ല. സോറി. പക്ഷേ കിട്ടിയത് അവതെന്ന് പറഞ്ഞിട്ട് കരുതിയാ മതി. അതൊക്കെ അത്രേ ഉള്ളൂ. എന്തായിരുന്നു മറ്റേ റോഡ് വരുന്നത്? എന്റെ പേര് ചിന്നാടൻ. അല്ല ഇത് ചിന്നാടൻ കേട്ടോ. ഇത് ചിന്നാടൻ ബ്രോ. ചിന്നട സുഖാണോ? പി.ഡി. ഓഫീസറാണ്. ഓക്കെ. ഞാൻ ഡോക്ടറാണ്. അതെ ഞാൻ വക്കീലാണ് കേട്ടോ. ഇടയ്ക്ക് വക്കീലാവും. ഞാൻ ബിസിനസ് ആണ്. ചിന്നവ ഒരു മിനിറ്റ്. എന്തുപറ്റി? ചിന്നടാ വേറെ എന്തൊക്കെയുണ്ട് വിശേഷം? ഫുഡൊക്കെ കൂളിംഗ് ഗ്ലാസ് ഒക്കെ കൊള്ളാട്ടാ. ഏതാ ലുക്ക്, അമ്പാനി വൈബ്. കോഴികളൊക്കെ ഇങ്ങനെ ഗ്ലാസ് ഒക്കെ വെക്കാൻ തുടങ്ങി കഴിഞ്ഞാ കോഴി അല്ല, ഇവിടെ കൂടെ ഒരു കോഴി പറന്നു പോണ കണ്ടേ ഇവിടെ കൂടെ, അതുകൊണ്ട് പറഞ്ഞ. ഒരു കണ്ണാടി വെച്ചൊരു കോഴി. എന്റെ പേര് തള്ളയപ്പി. നീ എന്റെ പേര് ചോദിക്കണ സനി. എന്തൊക്കെയുണ്ട് വിശേഷം? ഇത് കൊറേ ചോദിക്കുന്നത്. അത് വേറെ എന്തെങ്കിലും പറ കേക്കട്ടെ. പറയുന്നില്ല. ചിന്ന ഞാൻ ബൈ ഗൈസ് എല്ലാവരും കാണാം. ഓക്കെ ബൈ, ഗുഡ് നൈറ്റ്. അപ്പുറം എന്തോ പ്രശ്നം നടക്കുന്നുണ്ട്, പോയോക്കല്ല. ഈ റേഡിയോ 143 കേറ്. 143 എന്തൊക്കെ ഇവിടെ നടക്കണേ ഏട്ടാ? താത്താനെ തപ്പിട്ടല്ലേ നമ്മളവിടെ നടന്നീന്ന്. ചോറുണ്ട് കരക്കടിഞ്ഞ് പോകുന്നു. സത്യം ഇപ്പോഴും ഇവിടെ കരക്കടിഞ്ഞ് നമ്മളവിടെ വെറുതെ കിടന്നിട്ട് പണി. ഇങ്ങോട്ടല്ലോ ഡേവിസ്. ഹലോ. ആ താത്ത എന്തിനാ വെള്ളത്തിൽ ചാടിയിരിക്കണത്? താത്ത ആത്മഹത്യക്ക് ശ്രമിച്ചാണ്. പോയി പോയാ ഓസിയാണ്. എടാ ഈ ചിന്നാടൻ പറയുന്ന പുള്ളിയാണോ ഇന്നലെ നമ്മളൊക്കെ വിസിയിലിരുന്ന് എന്നാ മുനിയാന്ന്? ആ പുള്ളി തന്നെയോ? സമനില തെറ്റിയോ? പ്രാന്താ? അല്ല നിങ്ങള് ആത്മഹത്യൊക്കെ ചെയ്യാൻ നോക്കി. സമനിലുണ്ട് എന്തോ? ഇത് മെസ്സേജ് വന്നില്ലല്ലോ. അച്ചമ്പി ഒന്നും പറ്റിയില്ലല്ലോ. ഇല്ല അവനങ്ങ് തീർത്തല്ല അച്ചമ്പി. പോയി ഇറങ്ങിയാ? ഇത് പരിപാടി ഒന്നുമില്ല, ചുമ്മാ ഇങ്ങനെ എല്ലാരും ചില്ലടിച്ചൊക്കെ. പോയാലോ? എവിടേക്കും പോയാലോ? എന്തെങ്കിലും ചെയ്താലോ? ഒന്നും ചെയ്യാനില്ല. ഞാൻ കുറച്ച് നേരം ഇറങ്ങാട്ടെ. കുറച്ച് നേരം നിന്നിട്ട് ഇങ്ങനെ ആൾക്കാരൊക്കെ സംസാരിച്ചിട്ട് പതുക്കെ ഇറങ്ങാട്ടെ. നിങ്ങള് മാറി നിൽക്കണ്ട, ഇങ്ങോട്ട് വാ. മാറി നിൽക്കരുത്. അതിന് അവിടെ നമുക്ക് ആരും പരിചയപ്പെടുന്ന ആരും ഇല്ല. എല്ലാം ഇങ്ങനെ തന്നെ പരിചയപ്പെടണം. അങ്ങോട്ട് കയറി നമ്മള് സംസാരിക്കാം. ഇങ്ങോട്ട് സംസാരിക്കാൻ തിരക്കില്ലെല്ലാരും. പറ, നിങ്ങള് പറ. എന്താ പറയണ്ടേ? ഇത് കൊറേ നേരം ആയില്ല തറ പറയാന്ന് പറഞ്ഞിരിക്കുന്നു. അങ്ങനല്ല അവിടെ ഒരു തല്ല് നടക്കുന്നുണ്ട്. ഇപ്പൊ ചാവാനെങ്കിലും
എന്തിനാ? എന്തോ സാറിനെ അന്വേഷിക്കുന്നു. ചിന്നാട് സാറേ കൺഗ്രാജുലേഷൻ. എന്തിനാ? ജോലിയൊക്കെ പോയല്ലോ. എന്തിനാ ജോലി പോയെന്ന് മറ്റേ സാറ് പറഞ്ഞു നമ്മളോട്. അതെ, എന്റെ ഒരു പെങ്ങളുണ്ടല്ലോ. സാറാണോ? ഇവർക്ക് ജോലി കിട്ടി, നമുക്കൊന്നും ഇല്ലല്ലോടാ. പണിക്ക് പോണോടാ, അല്ലാണ്ട് ഇവിടെ നിന്റെ ബോധിക്കുന്ന ആൾക്കാരെ കുറ്റം പറഞ്ഞാ പോരാ. എപ്പോഴും അന്നെ തന്നെ. എനിക്ക് ട്രക്കൊക്കെ ഉണ്ട്, ഞാൻ അത് ഓട്ടിച്ച് ഇങ്ങനെ നടക്കും. എനിക്കുണ്ട് കേട്ടോ ജോലി. നിന്റെ കയ്യിൽ എത്ര പൈസ ഉണ്ട്? ഞാൻ സാർ അവിടെ സെക്യൂരിറ്റി ആയിട്ട് 2 പടി മുകളിൽ സാർ. നമ്മുടെ ഈഗോ ആണ് സാർ, നമ്മുടെ ഈഗോ ആണ്. ഇത് ഈഗോ സാറിന് കാശ് കൊടുത്തിട്ടാണെങ്കിൽ നമ്മൾ അവിടെ 2 പടി എന്നിട്ട് ആ 2ാമത്തെ നില അയാൾ തള്ളിയിട്ട് കൊല്ലും. അപ്പൊ നമ്മള് വരും പറക്കാൻ. അവസാനം ചുമരിക്കേറ്റിരിക്കേണ്ടി വരും. അല്ല സാറേ, നമ്മുടെ ആഗ്രഹം സാറേ. വേണമെങ്കിൽ നമ്മുടെ സ്കൂളിൽ ഒരു മാല ഇട്ട് ഒരു ഫോട്ടോയും വെക്കാം. സാറിന് സെക്യൂരിറ്റി നമ്മള് ഞാൻ മറ്റേ എന്താ പറയാ സോഷ്യൽ സർവീസ് എങ്ങനെ ചെയ്യണം എന്നുള്ളതിന് പറഞ്ഞു കൊടുക്കുന്ന സാറായാലും എന്ത് പറയണം? സൂപ്പർ സൂപ്പർ സൂപ്പർ. അതായത് എങ്ങനെയാണ് ആൾക്കാരുടെ അടുത്ത് ബിഹേവ് ചെയ്യണം, എങ്ങനെ ആൾക്കാരുടെ അടുത്ത് കാര്യങ്ങൾ ഡീൽ ചെയ്യണം, അതൊക്കെ ഉള്ള ശമ്പളം തരുന്നതിനെ പറ്റി എനിക്കറിയത്തില്ല, പക്ഷെ ജോലി തരും. ശമ്പളം വേണ്ട, നമുക്ക് ശമ്പളം ഇല്ലാതെ പണിയെടുക്കാണ്. അത്രേ ഉള്ളൂ സാറേ. ഞാൻ ഇല്ലേ സാറേ, നമ്മുടെ സ്കൂൾ തുറന്നു വെച്ചേക്കുന്ന ഇതുപോലത്തെ ഉള്ളവർക്ക് ജോലി കൊടുക്കാനാണ് സാറേ. ഇത് ശവത്തി കുത്തനാണ് കേട്ടോ. എനിക്കതറിയാം. സാറിന് ഒരു കൈത്താങ്ങാണ്. അമ്മായിയച്ഛനാണോ വിളിച്ചത്? പേരെന്താ മോനെ? എടാ, ഇനി കൊച്ചു പിള്ളേരേനും കൂടെ അടി വാങ്ങല്ലേ, കൊച്ചു പിള്ളേരേനും കൂടെ അടി വാങ്ങല്ലേ. ഹലോ മേഡം, ഒന്നിങ്ങോട്ട് വരുമോ? എന്റെ കിട്ടിയായിരുന്നോ? നമുക്ക് ബൈക്ക് എടുത്തിട്ട് കുറച്ച് അങ്ങോട്ടുള്ള കറിയിട്ട് തരാം. എടുത്താ വിട്ടോ രണ്ടേ വിട്ടോ. ഇത് നിന്റെ ബൈക്കല്ലേ? ലോക്ക് പിക്ക് ഒന്നും ചെയ്യണ്ടോ? എന്നിട്ടല്ല, ഇത് എന്റെ ബൈക്കൊന്നും അല്ലേ, അവന്റെ ബൈക്ക്. ലോക്ക് പിക്ക് ചെയ്യണമല്ലോ. TV വരെ പോയല്ലോ. അയ്യോ, ഇപ്പൊ TV ആട്ടേരു. വിട്ടോ എല്ലാരും ഒന്ന് കണ്ടു പരിചയപ്പെട്ടിട്ട്. എല്ലാം മുതുക്കിൽ കോഴിത്തരം കാണിക്കാനല്ലേ പറഞ്ഞേ. സത്യടുത്ത് എല്ലാ ആണുങ്ങളും ഉണ്ടാവും. സത്യം, പെണ്ണുങ്ങളെ കണ്ടില്ലാത്ത പോലെയാണ് പെരുമാറുന്നേ. കമന്റ് നോക്കി നോക്കട്ടെ. SPS എത്ര കിട്ടുന്ന പറഞ്ഞാല് 33. വിട്ടോ എത്തിയാ? ആരും ഇല്ലേ? ആരും ഉണ്ടാവില്ല. ഉണ്ടെങ്കിൽ പുറത്തുണ്ടാട്ടെ. ഉള്ള കയറ്റിക്കൂടാ, പെർമിഷൻ നോക്കട്ടെ. വെയിറ്റ് ചെയ്യ നോക്കട്ടെ. 6 എന്താ ലോഡായിട്ട് വരാത്തൊന്നും എനിക്ക് വരുന്നുണ്ടോ? F6 ആക്കിട്ട് അതില് TV ഉണ്ടോ നോക്ക്. F6 അല്ല, F5. F5 വെയിറ്റ് F5 തന്നെ. പക്ഷെ എനിക്ക് ലോഡാന്നില്ല. നീ ട്രക്ക് ജോബിന്റെ അങ്ങോട്ടേക്ക് കൂടെ ട്രക്കിനൊന്ന് പെട്രോൾ അടിച്ചിട്ട് തരാം. TV ആരുമില്ല അല്ലേ? വീഡിയോ ഒരാളുണ്ട്, പിന്നെ റിപ്പയർ ഷോപ്പ് അവര് ഒരാളുണ്ട്, പിന്നെ TV ആരില്ല. വേറെ ഗ്യാങ് വേറെ ഏത് ഗ്യാങ്ങില്ല? KV ഒരാളുണ്ട്, KV ഉണ്ട്, NX റോക്ക് EMS ഞാനല്ല. KV 2 ആളാ പറ്റുള്ളൂ. ട്രക്ക് ജോബ് ഞാൻ മാർക്ക് ചെയ്യാം.
ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. മൈലേജ് ഇല്ലല്ലോടാ ഇതില് ബൈക്കില്. വഴി കിടക്കൂ. പെട്രോൾ ഇല്ലേ? ഫുൾ ടാങ്കാ, പക്ഷെ കുറയുന്നുണ്ട്. പ്രശ്നമില്ല, പേടിക്കണ്ട. ക്യാനുണ്ടാ കയ്യില്? ക്യാനൊന്നുമില്ല, പ്രശ്നമില്ല. എത്തുന്നതേ കൂടാ. നമുക്കൊരു വണ്ടി എടുക്കണം എന്തായാലും. വണ്ടി എടുക്കാൻ എത്രയാവും? 10 കോടി കൂടുതലേ വന്നു അങ്ങോട്ട് തുടങ്ങുന്നത്. 1 കോടിക്കൊന്നും കിട്ടത്തില്ലേ? 1 കോടിക്ക് ഉണ്ടോന്ന് അറിയില്ല, നോക്കാം. നമുക്ക് ഇപ്പൊ പോയോക്കാം. അവിടെ ബൈക്ക് കിട്ടും 1 കോടിക്ക്? കിട്ടുമായിരിക്കും. വെയിറ്റ് ചെയ്യാം, നമുക്ക് ട്രക്ക് ജോബിന്റെ അവിടെ പോയിട്ട് അവിടുന്ന് വണ്ടി എടുക്കാൻ പോവാം. ഓഫ് റോഡ് ഒരു ജീപ്പ് ഉണ്ട്, അതെടുക്കാം. സീസാണ് എല്ലാവരും എടുത്തോണ്ട് പോകുന്നുണ്ട്. ലൈറ്റുള്ള സാധനം. ഇതില്ലേ പറയേ, ആ വണ്ടിയുടെ പേരൊക്കെ മറന്നു. നിന്റെ പരിപാടി എന്തുവാ? നീ എന്തുവാ ചെയ്യുന്നിടെ? ഞാനിവിടെ ഗ്യാങ്ങില. ഏത് ഗ്യാങ്ങാ? AGA. പുതിയ ഗ്യാങ് ഒന്നുമല്ലോ. പഴയ ഗ്യാങ്ങ. ഇവിടെ തന്നെയാ മുന്നേ ഉണ്ടായ? സ്റ്റാർട്ടിങ് ഇവിടെ തന്നെയാ? ദുബൈയിലുണ്ടായിനോ? ഞാൻ സ്റ്റാർട്ടിങ്ങിലെ ഗ്യാങ്ങിൽ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനല്ല, ഗ്യാങ് ദുബൈയിലുണ്ടായിരുന്നോ? ഇവിടെയാ സ്റ്റാർട്ട് ചെയ്തത്? എവിടെയാ സ്റ്റാർട്ട് ചെയ്തത്? മിക്കവാറും കത്തി. ആരെ ബ്രോയാ? കത്തിയിട്ടുണ്ടെങ്കിൽ നീ ഈ റേഡിയോയിൽ കത്തി എടാ, കത്തിയടാ കത്തി. വെയിറ്റ് ചെയ്യാം പറഞ്ഞവരെ. ഇപ്പൊ അവിടെ പോയിട്ട് എന്തിനാ? പോയിട്ട് വരാം. അക്കാലത്തേക്ക് വേണ്ട. ഫുഡ് വേണം എനിക്ക് ആവശ്യം.
നടക്കാൻ വയ്യേ പോണേ പോട്ടേ കരയാൻ വയ്യേ അയ്യോ മച്ചു വൈബാണോ? മറ്റേ പട്ടാണ് പുളിമാവ് 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 ഞാൻ കേട്ടിട്ടില്ല. മൊയ്തീൻ കേട്ടില്ല മാണ്ടക്കോ ഈ സൗണ്ടിന് ഒരു മാച്ച് ഉണ്ടാവില്ല. പുറത്തെ പേരെന്താ? എന്റെ പേര് നീലം ബ്രോ. നീലേ? നാളെ പിങ്ക് ബ്രാ. അതെ ബ്രോ, നാളെ പിങ്ക്. പറ ബ്രോ, പാട് ബ്രോ. ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്ത് നമുക്ക് പാട്ട് സെറ്റ് ആക്കാം. പുളിമാട് പാട്ടാറ് സെറ്റ് ആക്കണ്ട്. അതാരാ സെറ്റ് ആക്കുന്ന ആള്? ഈ ബ്രോ പാട്ട് വെക്കാനല്ല, വായും കൊണ്ട്. ആ സൗണ്ടുള്ള ഗിറ്റാർ വെക്ക്. ഗിറ്റാറാ എവിടെ? ഇതാണോ സൗണ്ടുള്ള ഗിറ്റാർ? ഇല്ല, ഇത് സൗണ്ട് ഇല്ല. ഇല്ലല്ലോ. ഞാൻ ആരല്ലോ ഏതെങ്കിലും ഒരു പുളി അങ്ങോട്ട് പാട് മൊയ്തീൻ. ആലോചിക്കട്ടെ. അത് പണ്ടേ പറഞ്ഞതല്ലേ തീയാണ് നെഞ്ചിലെന്ന് ഊതിപ്പെരുപ്പിക്കാതെ പോയേടി നീ. പണ്ടേ പറഞ്ഞതല്ലേ തീയാണ് നെഞ്ചിലെന്ന് ഊതിപ്പെരുപ്പിക്കാതെ പോയേടി നീ. വെൽ നോട്ടഡ്. എടിക്കട്ടുറുമ്പേ എടിക്കട്ടുറുമ്പേ. ബാക്കി ഓർമ്മയില്ല. സൂപ്പർടാ. അത് ഏത് സിനിമയാണ്? ആൽബം ആയിരുന്നോ ഇത്? മുമ്പ് കൊറേ പാടുമല്ലോ. ഊതിപ്പെരിപ്പിക്കാതെ പറഞ്ഞിട്ടുണ്ടല്ലോ നീ പാടുന്ന. അരി ഓർമ്മയില്ല. തീയാണ് നെഞ്ചിലെന്ന ഊതിപ്പെരിപ്പിക്കാതെ പോയേടി നീ. പണ്ടേ പറഞ്ഞതല്ലേ തീയാണ്. ബാക്കി വരണ അങ്ങോട്ട്. ചില പാട്ടിന്റെ മറ്റേ സാധനങ്ങൾ ഉണ്ടാവും ഇങ്ങനെ നീട്ടുന്ന പിടിക്കുന്നൊക്കെ. ഹലോ, എവിടെയുണ്ട്? നിന്റെ വോയിസ് കേൾക്കുന്നില്ല. എവിടെയില്ലേ? എടാ ഞാൻ മുതുക്കില് എന്നെ കൂട്ടാമെന്ന് പിക്ക് ചെയ്യാമെന്ന്. ഞാന് 9,114 ഞാൻ അങ്ങോട്ട് നമ്പർ ഓർമ്മയുണ്ടാ? 9,114. ഞാൻ വരുന്നു. പാടിയ പാട്ട് പാടൂ. അതാ എനിക്ക് ആ സാധനം മാത്രമേ അറിയുള്ളൂ. ഞാൻ നമ്മൾ ഹിന്ദി പാടാറില്ല. ഇപ്പൊ ഒരു തമിഴ് പാട്ട് ഫുള്ള് അടിപൊളിയാക്കി. അത് പഠിക്കടാ. ഓൾഡ് വൈബ് സാധനം അത്. ബാബ കല്യാണിക്കാത്. ബാബ കല്യാണല്ലേ? കീർത്തിയാക്കറ. മന്നത്തെ മേരി അതാണല്ലേ? ഡീസൽ അടിച്ചിട്ട് പോവാം. ഏത് വണ്ടി കത്തല്ലേ? റെഗുലർ. ഓക്കെ, ക്യാഷ് എടുക്കാം. ക്യാഷ്
ആരടാ? എവിടെ എവിടെ? എന്ന് വിളിക്കും. കേറ് കേറ് കേറ്. വിട്ടോ നീ മുതുക്കിലേക്ക് നേരെ പോയതാ? ഞാൻ വിചാരിച്ചു മച്ചു ഇനി കേറത്തില്ലാന്ന് വിചാരിച്ചു. നിന്നോട് ഞാൻ പറഞ്ഞത് നീ റേഡിയോയിൽ തന്നെ നിക്ക്, ഞാൻ ഇപ്പൊ വരും. അപ്പോഴത്തേക്ക് കത്തീന് ഞാന്. എന്റെ മനസ്സങ്ങനെ പറഞ്ഞു മച്ചു. എന്ത് ചെയ്യാനാ, നീ എന്നെ പറ്റി അങ്ങനെ കരുതിയല്ലേ. മച്ചു വിളിക്കുമ്പോ എങ്ങനെ വരാതിരിക്കണം മച്ചു? അത്രേ മച്ചാൻ എവിടെ പോന്നിപ്പോ? ജോബ് ബാക്കില് ഞാൻ വർക്ക് ചെയ്യാ. ആവേശം കൂടി. ഓ, ആവേശം കൂടിയ മൈൻഡ് മൊത്തം മാറുന്നാണ്. മച്ചാൻ ജോബൊന്നും എടുക്കല്ലേ? ഞാൻ എടുക്കും. ഇടയ്ക്ക് എപ്പോഴും ജോബ് എടുത്തൊരു ഇതാവും. അപ്പം മൈൻഡ് ഒന്ന് ഫ്രഷ് ചെയ്യാനൊന്ന് മുതുക്കിൽ പോകുമ്പം മച്ചാനെ പോലെ രണ്ടുപേര് ഫ്രണ്ട്സ് കിട്ടും. അപ്പം പിന്നെ മൂടാവും. പിന്നെ വീണ്ടും ട്രക്ക് ജോബിൽ വരും. ഞാനും അങ്ങനെ. ഇന്നലെ ഞാന് 3 മണിക്ക് കേറി, പിന്നെ ആരും കിട്ടിയിട്ടില്ല. ഞാൻ ഇതുവരെ ട്രക്ക് ജോബ് എടുത്തിട്ടില്ല, എനിക്കൊന്നും പറഞ്ഞൂടാ. ഞാൻ ഇവിടെ വന്നിട്ട് എന്തെല്ലോ ക്ലിക്ക് ചെയ്തുള്ളൂ, ട്രക്ക് വന്ന് അങ്ങനെ ഒരു 8 മണി വരെ ട്രക്ക് ഓട്ടിച്ചായിരുന്നു. ഞാൻ പറഞ്ഞത് ചോദിക്കണ്ടേ ഇതൊക്കെ? ഇപ്പൊ മനസ്സിലായി. ഇപ്പൊ ഞാൻ തന്നെ സ്വന്തമായി കണ്ടുപിടിച്ചു എല്ലാം. എന്നാലും കുറച്ച് ഡൗട്ട് ഉണ്ട്, എന്നാലും അത് ക്ലിയർ ആക്കാം. സമയമുണ്ടല്ലോ. വണ്ടി പോവും മിക്കവാറും. മച്ചാൻ പെട്രോൾ അടിച്ചിട്ട് വിട്ടോട്ടാ. സേഫ് സോണിന്റെ പുറത്ത് നിന്നോ. നമുക്ക് കണ്ണുപിടിക്കാൻ കുറച്ച് ടൈം പിടിക്കും. ഇപ്പൊ ഒന്ന് കത്തിയതട്ടില്ല. ഞാൻ പോട്ടെ മച്ചാനെ, വെയിറ്റ് ചെയ്യണോ? സേഫ് സോണിന്റെ പുറത്തേക്ക് ഞാൻ ഇപ്പൊ വരാം. വരാം, ഇല്ലെങ്കിൽ വണ്ടി പോകും. ഏത് മൂഡ്? ഇതെന്തടാ? ഫോട്ടോ എടുക്കാൻ പറ്റൂലേ? വെഹിക്കിൾ കൺട്രോളാ? ആഡ് മ്യൂസിക് കൊള്ളാലോ സാധനം.
പെട്ടോ എങ്ങോട്ട് എങ്ങോട്ടേക്കും പെട്ടോ, എവിടെങ്കിലും പോവാ. മച്ചാനെ ട്രക്ക് ജോബ് മനസ്സിലായിരുന്നോ? ആ ഇപ്പൊ മനസ്സിലായി. ഇന്നലെ ഞാൻ ഫുള്ള് കുത്തിയിരുന്ന് പഠിച്ചു. മച്ചാന് ആദ്യം സ്കിൽ പോയിന്റ് കിട്ടൂലേ? അതാണല്ലേ നമുക്ക് മുഖ്യം. പക്ഷെ ഇന്നലെ സ്കിൽ പോയിന്റ് മച്ചാൻ കൂട്ടണം, മനസ്സിലായോ? അത് കൂട്ടുമ്പോ ലെവലപ്പ് ആന്നല്ലേ? ആ ലെവലപ്പോ, അതെ. അതിപ്പോ 2-3 ഓട്ടിച്ചാലൊന്നും ലെവലപ്പ് ആന്നില്ല. അതില് കുറച്ച് പോയിന്റ്സേ കിട്ടുന്നില്ല ചെറിയ ട്രക്ക് ഓടിക്കുമ്പോ. ഇല്ല മച്ചാനിപ്പം ആ പോയിന്റ് വെച്ചിട്ട് മച്ചാനിപ്പം മീൻസ് ഡിസ്റ്റൻസ് ബാക്കി കാര്യങ്ങളൊക്കെ കൂട്ടിക്കഴിഞ്ഞാൽ ഈ എക്സ്പ്ലോസീവ് ഉണ്ടല്ലോ, അത് കൊണ്ടുപോകാനൊക്കെ കിട്ടും. അപ്പൊ മച്ചാൻ അതനുസരിച്ച് കേശ് കൂടുതൽ കിട്ടും. ഞാൻ ഒരു ക്യുക്ക് ജോബില്ലേ, അതാണ് ഞാൻ ഇന്നലെ ഫുള്ള് എടുത്തോണ്ട് മീൻസ് ക്യുക്ക് ജോബ് മീൻസ് ട്രക്ക് ഇല്ലെങ്കിൽ ക്യുക്ക് ജോബ് ചെയ്താൽ മതി, അല്ലെങ്കിൽ നോർമൽ ട്രക്ക് ഉണ്ട്. എന്റെ ട്രക്ക് ഓൾറെഡി ഡ്രൈവർ ഓടിക്കുന്നുണ്ട്. അപ്പൊ മച്ചാൻ സൈഡിൽ കൂടെ ക്യുക്ക് ജോബ് ചെയ്താൽ മതി. ക്യുക്ക് ജോബ് തന്നെ ഞാൻ ഇന്നലെ മൊത്തം ചെയ്തത്. പക്ഷെ അതില് പോയിന്റ് കുറച്ചൊക്കെ കേറുന്നില്ല. ഏതോ ഒരു 1 കോടി ഇന്ത്യ മറ്റേ ഇത് ഡീല് നടത്തുമ്പോ പോയിന്റ് 150 കേറുന്നില്ല. പോയിന്റ് ഇപ്പം മീൻസ് പോയിന്റ് പെട്ടെന്ന് കയറാനാണെങ്കിൽ മച്ചാൻ ഒരു ഗോൾഡ് കളർ വെച്ചൊരു മീൻസ് മാർക്ക് ചെയ്തിട്ടുണ്ട്, അത് കൂടുതൽ എടുത്ത് ചെയ്താൽ മതി. അത് എനിക്ക് കാണിക്കുന്നില്ല. നമുക്ക് ഇന്നലെ ഒരു വട്ടം കാണിച്ചിന്, പിന്നെ കാണിച്ചിട്ടാ. അത് ഇടയ്ക്കിടയ്ക്ക് വരത്തുള്ളൂ. അതൊക്കെ കൂടുതൽ ചെയ്യുമ്പോ പോയിന്റ് പെട്ടെന്ന് കയറിക്കോളും. നമുക്ക് ആ പോയിന്റ് കിട്ടുന്നതനുസരിച്ച് നമ്മൾ ലെവൽ കൂട്ടിക്കൊണ്ടിരുന്നാ മതി. പക്ഷേ ഈ ഇന്നലെ ട്രക്ക് ഒട്ടും ഉണ്ടായിട്ട് നമുക്ക് ഓരോന്നുള്ള റയർ ആയിട്ടേ കിട്ടുമല്ലോ. ബ്രോ മീൻസ് 20 മിനിറ്റ് കഴിഞ്ഞിട്ട് അടുത്ത ജോബ് കിട്ടത്തുള്ളൂ. അത് കുറച്ച് സീനാണ്. അത് കുറച്ച് കുറക്കണം ഒരു ടൈം. ട്രക്കെല്ലാം അവിടുന്ന് കിട്ടണമെങ്കിൽ റയറാണ്. രണ്ടാമതും കത്തിയ സൂപ്പർ. ഇല്ല കത്തിയില്ല. ഭയങ്കര ഈ മുതുക്ക് ഭയങ്കര കത്തല് കേട്ടോ. നമുക്ക് വെളിയിൽ കൊണ്ടിടാം. എന്ത് വണ്ടി പോവല്ലേ? അവരും അതും മറ്റേ ഇതുണ്ടല്ലേ? കേട്ടില്ല. അങ്ങോട്ട് ഇവിടെ നല്ല ബൈക്ക് എടുത്ത ഇവിടെ ഇടാം. ഇതേരാ നമുക്ക് ആരെങ്കിലും പരിചയപ്പെടാ. എനിക്കല്ലേ പരിചയപ്പെടണ്ടേ? അത് എലിയ ചോദിച്ചോക്ക്, ആയിരിക്കും. കുറച്ച് തിരക്കിലാണ് ബ്രോ, ഒരു 2 മിനിറ്റ്. വല്ല കാര്യം ഉണ്ടായിരുന്നോ? മോനെ ജ്യൂസ് തരട്ടെ. ജ്യൂസ് കൊടുത്ത് നീ മയക്കിക്കൊണ്ട് പോയാ കൊച്ചിനെ. ഗ്രേപ്സ് എന്താണ് മച്ചാൻ അങ്ങനത്തെ ഒരു ടോക്ക്? എല്ലാരും ഒരുപോലെ കാണണ്ടേ? കൊടുത്ത് മയക്കി കൊച്ചുള്ളവരെ തട്ടി മച്ചാനെ മൂട് പോയി. ഞാൻ പോണു. മൂട് പോയി. മൂട് പോയെന്ന് പറഞ്ഞപ്പോ തിരിച്ചു വിളിച്ചുവിടാ പോകുമ്പോ. അപമാനമാണല്ലോ. മോനെങ്കിലും വിളിക്കായിരുന്നു ഈ മാമനെ. എന്തൊന്നും കേട്ടില്ല. എങ്ങനെ കൊച്ചിന്റെ പേരെന്താ? ഇവിടെ എന്തോ പരിപാടി? ആത്മാർത്ഥിയാണ്. ഹലോ മച്ചാനെ. മച്ചാനെ മരിക്കാൻ നിക്കാണോ മച്ചാനെ? കടലിന്റെ ഇവിടെ
മച്ചാ ഇങ്ങോട്ട് വന്ന ഒരു കാര്യം ചോദിക്കട്ടെ. പറഞ്ഞു. എന്റെ മനസ്സിന്റെ ഒരു കണക്ക് കൂട്ടലില് ഞാൻ മച്ചാനോട് ചോദിക്കുന്നത്, മച്ചാൻ ഒരു കുട്ടി തേച്ച് അല്ലേ? അല്ലേ തേച്ചില്ലേ? അതുകൊണ്ടല്ലേ മച്ചാൻ തെരയെണ്ണി ഇവിടെ നിക്കുന്നേ? ഞാൻ പോണേ. മച്ചാനെ കാര്യം പലഹാരമാണോ ഇപ്പൊ പുതിയത്? എടാ അവ എന്തിനാടാ ഇടിച്ചേ? ഏതോ ഒരു കുട്ടി ഇടിച്ചിട്ട് പോയി. നോക്കുതാ അവൻ തന്നെ ആ പച്ച ഷർട്ട് ഇട്ടിക്കണേ, ആ പച്ച ഷർട്ട് ഇട്ടിക്കണ പൊട്ടാൻ. കുഞ്ഞിനെ അടിച്ചാ ഇപ്പൊ ആ കൊച്ചിനെ ഇടിക്കും. എടാ നീ ചുമ്മാ ഇരിടാ, നിനക്ക് എന്തിന്റെ കേട്ടാ? അവ അവിടെ ഇടിക്കുകയോ മരിക്കുകയോ എന്തോ ചെയ്യട്ടെ. അറിയാണ്ട് ഓടി വന്നപ്പോ അടിച്ചു. എടാ ഒന്നാമത്തെ കാര്യം ഗണ്ണ് പോലും ഇല്ല, ഓടി വന്നപ്പോ കാലിട്ടിപ്പോയി. അവന്മാര് നിക്കറ് കീറിയിട്ട് പോവും. അത് അങ്ങനെ ഒരു നിക്കർ കേറിയില്ലാക്ക്, അതുകൊണ്ട് നല്ല ഓർമ്മയുണ്ട്. എന്ത് പറ്റി എന്ത് പറ്റി? ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. നേരത്തെ വന്ന പുള്ളിയില്ല എന്തൊക്കെ ഉണ്ടായിനാ, ഫോട്ടോ എടുക്കാൻ ഉണ്ടായിനാ. ആ പുള്ളി ഞാനും ബൈക്ക് എടുത്തിട്ട് പോന്ന് മറ്റേ KVN ഗ്യാങ് ഹൗസിന്റെ ഫ്രണ്ടിലെത്തി. അപ്പൊ നമ്മള് ബൈക്ക് തെന്നീറ്റ് ഇവരെ അടുത്തേക്ക് വേണ്ടി പോയിട്ട് അടിച്ച്. അപ്പൊ ഇവര് പറഞ്ഞ് ഞമ്മ വണ്ടി എടുത്തിട്ട് കേറിയിട്ട് ഒരെണ്ണം കൂടി പോവാക്കുമ്പോ ഇവര് ബാക്കിൽ വന്നിട്ട് ചവിട്ടിയിട്ട് നമ്മളെ. അപ്പൊ ഞമ്മ പറഞ്ഞു ബ്രോ കാണാത്തോണ്ടല്ലേ പറയുമ്പോ ഓന് എന്താക്കി ചൂടായിട്ടാവാൻ. ഞമ്മ പറഞ്ഞു ഇല്ല ബ്രോ നമ്മ കാണാത്തോണ്ടാന്ന്. എന്നിട്ട് നമ്മളൊക്കെ ഉണ്ടായ അവനെ കൊന്ന് കൊന്ന്. ഞാൻ പോയി ഹോസ്പിറ്റലിൽ പോയി ഇവരെ പൊക്കി ഇവന്റെ ഈഗോക്ക് ഇതാക്കി ഈഗോ കൊണ്ടിട്ട് ലാസ്റ്റ് രണ്ടാമത് വന്ന്. അപ്പൊ അങ്ങോട്ടിങ്ങോട്ട് വാക്ക് തർക്കായി. അങ്ങോട്ടിങ്ങോട്ട് എന്തെല്ലോ പറഞ്ഞ് കോണടിച്ച് കൊറേ കോണടിച്ച്. ഹോസ്റ്റേജ് എടുത്താ? ഹോസ്റ്റേജ് അല്ല, കോണടിച്ച്. അമ്മ അങ്ങോട്ടിങ്ങോട്ട് ഓനായിട്ട് കോണടിച്ച്. ഞാൻ എന്തുണ്ടായിട്ടാ, ഞാൻ സൈഡിൽ വണ്ടി കൊണ്ട് ഇരിക്കുന്നുണ്ടായി. ലാസ്റ്റ് അവരെ ടീമത്തെ ഒരാൾ വന്നിട്ട് ഇവനടിച്ച് മുഖത്തേക്ക് അടിച്ച്. അപ്പൊ ഞാൻ പോയിട്ട് ഒറ്റ അടി അവന്റെ മുഖത്തേക്ക്. പിന്നെ അവൻ കണ്ടെടുത്ത് ഫുള്ളടിയോടി. പിന്നെ ഓർമ്മയിട്ടാ ഏതാ കത്തിച്ച് ചെയ്ത് എല്ലാം പോയി. EMS റേഡിയോ EMS എല്ലാം പോയി. എന്തോ വലുത് വരായിരുന്നു കേട്ടോ, ഇങ്ങനെ അങ്ങ് പോയെന്ന് വിചാരിച്ചോ? മൊത്തം പോയി കാത്തിച്ച്. ഞാൻ നമ്മളെ EMSനെ തൊട്ടോട് ഞാൻ പോയിട്ട് ഒരു അടി കൊടുത്ത്. അവരാണെങ്കിൽ ഫുള്ളും ഗേഡിനെ എടുത്തിട്ട് ഫുള്ളും വേണ്ടിയോടെ വേണ്ടിയല്ലേ. അവസാനം തോന്നിപ്പോയില്ലേ ഇവന്റെ കൂടെ ഒക്കെ പോകണ്ടായിരുന്നത്? നീ അവിടെ നിന്നവനല്ലടാ. മുങ്ങി ലവ് ഫെയിലിയർ. എടാ നീ ലവ് ഫെയിലിയർ ഇട്ട് അവിടെ നിന്നേല്ലേ? ഹലോ കൊച്ചു അടിക്കല എടാ ഉണ്ണിക്കുട്ടൻ അക്കോസേട്ടോ. ഉണ്ണിക്കുട്ട എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണോ മോനെ? സ്കൂളിലൊന്നും പോയിട്ടേ? തന്നെയോ? 2 ഗേൾ ഫ്രണ്ടിന്റെ ഒക്കെ പോയിട്ടേ? എഴുത്തിന്റെ ഒക്കെ പോയിട്ടോ? ഉണ്ണിക്കുട്ട ഒന്ന് ഉറക്ക സംസാരിച്ച് കേട്ടൂടാ. സത്യം. എടാ എനിക്ക്
എടാ നീ എന്ത് കണ്ടിട്ടടാ ക്യാപ്ചർ ചെയ്യാൻ പറ്റത്തില്ല, ക്യാപ്ചർ ചെയ്യാൻ പറ്റത്തില്ല. എടാ നീ എന്ത് കണ്ടിട്ടടാ ഓക്കെ ഓക്കെ എന്ന് പറയുന്നത്? എനിക്ക് കൊഞ്ഞനം കുത്ത് പോലെ എനിക്ക് തോന്നുന്നത്. അല്ല നമ്മ എന്ത് പറയുമ്പോ ഓക്കെ എന്ന് പറയണല്ലോ, അതല്ലേ എടാ പോടാ പൊട്ട. പറ പോലെ. ഓക്കെ മോനെ. എടാ ഇത് ഏത് ഭാഷ? എടാ ഫുഡ് കഴിക്കടാ. വേറെ എന്തൊക്കെയുണ്ട് മോനെ? ഫുഡൊക്കെ കഴിച്ചോ? ഫുഡൊക്കെ നോക്കണം കേട്ടോ. അത് മാത്രം കേട്ട് ദൈവം സഹായിച്ചു. മോനെ പോയോ? അവൻ പോയി, മൂട് പോയി അവന്റെ. മോൻ പറഞ്ഞോ മോനെ? മോനെ മാമനോ ഡോക്ടറാണ് കേട്ടോ, എന്താവശ്യമുണ്ടെങ്കിൽ വിളിച്ചോ. നിന്റെ വീട്ടിലെ കിണറ് തൊട്ടപ്പുറത്തെ വീടിന്റെ കക്കൂസിന്റെ അടുത്ത് എങ്ങനെയാണെങ്കിലോ? ജോൺസൺ ബേക്കറി അല്ല മോനെ, ജോൺസൺ ബേക്കറി അല്ല, ഡോക്ടറാണെന്ന്. എടാ നീ എടാ അവൻ കേട്ടത് ബേക്കറി കട നടത്തുന്ന ആൾക്കാരെന്നാ വിചാരിച്ചേ. മിക്കവാറും വിളിയോടെ വിളിയായിരിക്കും. മോനെ ഞാൻ ഡോക്ടറാണ് കേട്ടോ, മോനിക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും വിളിച്ചോ. മാമന് മോനിക്ക് ഫോണുണ്ടോ? ഫോണില്ലേ? അങ്ങനെയാണെങ്കി ബാ, മാമന്റെ നമ്പർ തരാം മോനിക്ക്. മോൻ എന്താവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചോട്ടാ. നമ്പർ ഇട്ടരാ. കേട്ടിട്ടുണ്ട് മോനെ. മാമന് നിന്ന് തിരിയാൻ സമയമില്ല, വഴി പോണവനും നിക്കണവനൊക്കെ എടുത്തോണ്ടാ പോണെ. അപ്പോഴാണ് ഇനി മോനും കൂടെ. മോന്റെ ഫോണെന്താ എയറിലിക്കുന്നത്? മോന് പോയോ? ഹലോ മോനെ. പോയോ? ആരോ നമ്പർ മൂന്നാമത്തെ ഒന്നാമത്തെ രണ്ടാമത്തെ പേര് എനിക്ക് ഇങ്ങോട്ട് പറയാൻ പറ്റില്ല. മോനെ അത്ര ഇതില്ല പോരാട്ടൊക്കെ. കുറച്ചെന്തെങ്കിലും ചോദിക്കും പോരാ. 15 ഉറുപ്പിക ആണെങ്കിൽ തരാ. എടാ 500 ചെയ്യാറുണ്ടോ? 500 ഇനി നിക്കറും കൂടെ ഒരു തരാ ഉള്ളു. 100 ചെയ്യാറ്. അയ്യോ ഞാനൊരു വണ്ടി എടുക്കട്ടെ പോലെ. മോനെ അങ്ങനല്ല, മോനക്ക് എന്തെങ്കിലും രോഗ എന്തെങ്കിലും ചികിത്സ വേണമെങ്കിൽ എന്നോട് ചോദിച്ചോന്ന്. ദൈവമേ 500 ചെയ്യാറ് 100 ചെയ്യാറ്. അയ്യാ മോനെ പോലും ഇല്ല മോനെ. ഇതിനെക്കാട്ട് കുത്തി കൊല്ലണയാണ് നല്ലത്. സത്യം. എനിക്ക് സുഖാണാ? വേറെന്തിട്ട് മോനെ അതൊക്കെ പോട്ട് 500 സിയാറൊക്കെ മോന് താങ്ങോ ഇത്ര കൊച്ചിനെ? അമ്മോ എവിടെ വെക്കല് പോലെ അത് കീശയില് പിടിക്കോ? അതിന്റെ കീശോ കൊണ്ട് കണ്ടു വെച്ചാൽ നിക്ക് 100 സിയാറല്ല 1000 സിയാർ വേണമെങ്കിൽ തരാം. ഓക്കെ ഭാവിയിൽ ഞാൻ ഒരു കോടീശ്വരനായിട്ട് മാമൻ കൊച്ചു തുകർക്ക്. ഓക്കെ ഓക്കെ നമ്മ പോയാ 500 സിയാറൊക്കെ ഉണ്ടെങ്കിൽ എത്ര ഹോസ്പിറ്റൽ കിട്ടുമായിരുന്നു ഇവിടെ? എന്ത് ചെയ്യണ കൊച്ചു ചെറുക്കണല്ലേ. പാട്ട് വെച്ച് ഗോഡായിരിക്കും മിക്കവാറും. അപ്പൊ ഓടിയിട്ടാ അവന്റെ ഓടി പൈസ ഇട്ടില്ല. അവന് ചോദിക്കുന്നില്ല, മെസ്സേജ് 500 ചെയ്യാറ് തരുമോ അമ്മ? അച്ഛൻ കൊടുക്കാനോ അമ്മ കൊടുക്കാനോ? അതില്ല പറയുമ്പോ 100 ചെയ്യാറുണ്ടാവോ? പിന്നെ 50 ചെയ്യാറൊന്നും താഴെ പോകുന്നില്ല.